ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മേഴ്സിസ് വേൾഡ്. ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ മലേഷ്യയിലത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ സിംഗപ്പൂർ യാത്രയൊക്കെ കഴിഞ്ഞ് സിംഗപ്പൂർ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ റോഡ് മാർഗം ബസ്സിൽ മലേഷ്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ കാഴ്ച നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. To make Malaysia to 70 million. Why? He wanted to have domestic consumer power or domestic buying power rather than depending on export income. We have to produce and we have to expect other buyers to buy our ഇതാണ് സിംഗപ്പൂർ മലേഷ്യ പാലം. ഇനി നമ്മൾ കാണാൻ പോണത് സിംഗപ്പൂരും മലേഷ്യയും തമ്മിൽ വേർതിരിക്കുന്ന ഇങ്ങനൊരു പാലമുണ്ട്. ഈ പാലം കടന്നു ചെന്നാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് മലേഷ്യയിലേക്കായി. അപ്പോൾ ആ പാലമാണ് ഈ കാണുന്നത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു മനോഹരമായ പാലമാണ്. അത്ര മനോഹരമായിട്ടാണ് ആ പാലം അവർ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ആ കാഴ്ചകളാണ് നിങ്ങൾ ഞാൻ കാണിച്ചു തരുന്നത്. ഒന്നും കൂടി വിശദമായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ പാലത്തിൻ്റെ പേരാണ് സെറി ബാബാസ് എന്നാണ് ഈ പാലത്തിൻ്റെ പേര്. അതിൻ്റെ മനോഹരമായ ആർക്കിടെക്റ്റ് അത് വളരെ മനോഹരമാണ് അതിൻ്റെ. ഈ പണ്ട് സിനിമാ നടന്മാരൊക്കെ ഇവിടെ വന്ന് നിന്ന് ഫോട്ടോഷൂട്ട് എടുക്കാറുണ്ടെന്നൊക്കെയാണ് പറയണത് ആ പാലത്തിൻ്റെ അടുത്ത് നിന്നിട്ട്. അപ്പം ഞങ്ങളും അതുപോലെ അവിടെ നിർത്തി ആ പാലത്തിൻ്റെ മനോഹാരിത കാണാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തി ഞങ്ങൾ കുറേ പേരൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട് അവിടെ നിന്നിട്ട്. അത് പണിതിട്ടുള്ള ആളുകളുടെ പേരോ കൊല്ലോ ഉദ്ഘാടനം ഒന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമില്ല അവിടെ. ഈ പാലത്തിൻ്റെ ഭംഗി കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് വീണ്ടും ഒരു തവണയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ മനോഹാരിത ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ. അത് അതിൻ്റെ ഒരു ഭംഗി നോക്കിയോ. Then from there we will walk through the central. You see on the right hand side, you can see the steel hand. Okay, you can see the steel hand. Then we will walk through this signboard, the Malaysia Madani. Okay, we will walk through that. We will go to the Putrajaya letters. Then we will take Malaysia Madani. So one group photo we will take here at the Prime Minister's office. So another group photo maybe we can take the other side. So we will spend roughly around half an hour here. So now it's 5:15 until 5:45. Okay, let's go. മലേഷ്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും കൊടിയാണ് അവിടെ നാട്ടിയിരിക്കുന്നത്. എത്ര സംസ്ഥാനമുണ്ട് അത്ര സംസ്ഥാനങ്ങളുടെ കൊടികൾ അവിടെ നാട്ടിയിരിക്കുകയാണ്. പുത്രജയയിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത്.
ഇനി നിങ്ങൾ ആ കാണുന്നതാണ് മലേഷ്യൻ പാർലമെൻറ്റ് മന്ദിരം. അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് എല്ലാവരും. കുറച്ചുകൂടെ അവിടെ മുന്നിലോട്ട് പോയിട്ട് എടുക്കാം. കുറച്ചുകൂടെ അവിടെ പോകാനുണ്ട്. ഇതിപ്പോൾ റോഡ് സൈഡിൽ നിന്നിട്ടാണ് അവർ എടുക്കുന്നത്. കുറച്ചും കൂടി അങ്ങോട്ട് ഉള്ളിലേക്ക് പോകാനുണ്ട്. ഇതാണ് അതിൻ്റെ ഏറ്റവും അടുത്തുള്ള ഭാഗത്തേക്കാണ് നമ്മൾ ചെല്ലണത്. ഉണ്ടോ? ഇതാണ് ഇവിടുത്തെ പാർലമെൻറ്റ് മന്ദിരം. മലേഷ്യ പാർലമെൻറ്റ് മന്ദിരം കാണുന്നത്. ഇതാണ് ഇവിടുത്തെ പാർലമെൻറ്റ് മന്ദിരം. മലേഷ്യ പാർലമെൻറ്റ് മന്ദിരമാണ് ഈ കാണുന്നത്. പിന്നീട് ഞങ്ങൾ കാണാൻ പോയതാണ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ രക്തസാക്ഷി മണ്ഡപമാണ് ഞങ്ങൾ പിന്നീട് കാണാൻ പോയത്. അതാണ് ഇപ്പോൾ നിങ്ങളാ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അവിടുത്തെ രക്തസാക്ഷി മണ്ഡപമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. This is actually the weapon. So 1, 2, 3, 4, 5, 6, 7, 8, 9. These are keris. We call keris. It's a weapon. Original weapon is like a knife. Where the king will have it. All his time official. It will be there. So this. നിങ്ങളിപ്പോൾ കാണുന്ന നീളത്തിലുള്ള ടവർ കണ്ടോ? ആ ഉയരത്തിലുള്ളത്, ഏറ്റവും ഉയരത്തിൽ ആ കോല് വല്ല നിൽക്കുന്ന ടവർ, അതിൻ്റെ പേരാണ് മെനാറ വിസിൽ. ആ ടവറിൻ്റെ പേരാണ് മെനാറ വിസിൽ. ഇതാണ് അവിടെ സ്വാതന്ത്ര്യ ദിനത്തിന് പരേഡിന് ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഒക്കെ ചെയ്യണ സ്ഥലമാണിത്. അതിൻ്റെ സ്ഥലമാണ് നിങ്ങൾ കാണുന്നത്. സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ ചടങ്ങുകളൊക്കെ നടക്കുന്നത് ഇതാ ഇവിടെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.